good morning, one and all. We are here with great pleasure and joy to celebrate the graduation ceremony of our institution, the celebrating day of proud dedication, dreams, and the achievements of our young graduates. Today, we have honored and privileged to have with us the Honorable Deputy Speaker, MLA, Sri Chittem Gopakumar sir, with us to add grace to this occasion, to add gravity and dignity to our function. So, on behalf of all of you, I welcome with very respect, sir, to this function. Welcome, sir. Welcome, sir. Now we have Dr. Arun UA, the Registrar, Cochin University of Science and Technology, to grace our occasion. I welcome with very respect you, sir. Arun sir, welcome to the occasion. And now we have our PTA Vice President with us, Sri Salim K. Sir, I welcome you heartfully. I extend my heartful, affectionate welcome to our principal, Dr. K. Santosh Babu, who presides over this function. Really, I am extremely sorry. I welcome you, sir, to this warm occasion. His constant guidance and encouragement always guides you, and we all throughout this academic activities journey. Okay, welcome you, sir. വളരെ പ്രൗഡ് ആയിട്ടുള്ള, വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം 1994 തുടങ്ങിയ IHRDയുടെ ആദ്യ ഫേസിലെ കോളേജുകൾ ഒന്നാണ് അടൂർ അപ്ലൈഡ് സയൻസ് കോളേജ്. അതിന്റെ തന്നെ 29ാമത്തെ ബാച്ചിലെ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണ് 2025 ഇവിടെ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. വളരെ അഭിമാനമുണ്ട്. കഴിഞ്ഞ 29 ബാച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5000-ൽ പരം വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ കരുത്തോടുകൂടി, വളരെ ആർജവത്തോടുകൂടി, വളരെ വിവിധമായ മേഖലകളിൽ നിങ്ങൾ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടുകൂടി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു. സ്നേഹം നിറഞ്ഞ കുട്ടികളെയും അധ്യാപകരെ, രക്ഷകർത്താക്കളെയും, IHRD അപ്ലൈഡ് സയൻസ് കോളേജിലെ 2025 ബാച്ചിലെ കുട്ടികളെ ഇന്ന് ഇവിടെ ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഒരു പുതിയ പന്താവിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. വിദ്യാഭ്യാസം തീർച്ചയായും നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നതായിരിക്കണം, ശുദ്ധീകരിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം ഈ ചടങ്ങ് വീക്ഷിക്കാനായി തൊട്ടപ്പുറത്ത് തന്നെ അവർ സന്നിഹിതരാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവി സുവർണമാക്കാൻ വേണ്ടി ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ ഇപ്പോഴും സ്വപ്നം കണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഏട് കഴിഞ്ഞ 3 വർഷക്കാലം ഒരു കലാലയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്
വിജയകരമായി ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. അതുകൊണ്ട് തന്നെ ഈ സുദിനം, ഈ ഇന്ന് എന്ന് പറയുന്ന ദിനം നിങ്ങളുടേതാണ്. നിങ്ങൾ കഴിഞ്ഞ 3 വർഷം നിങ്ങളെടുത്ത കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് പൂർത്തീകരിക്കുന്ന ഒരു ദിനമായതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രാജുവേറ്റഡ് ആവുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും രസകരമായ ഒരു ഏടായിരിക്കാം കലാലയ ജീവിതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഡിഗ്രി കലാലയ ജീവിതമായിരിക്കാം അതിലേറ്റവും മനോഹരമായ ഒന്ന്. ഒരുപക്ഷെ PGയിലേക്ക് കടന്നു പോകുമ്പോൾ കുറച്ചും കൂടി മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ആലോചനകൾ കുറച്ച് തീവ്രമാകുന്നത് കൊണ്ട് ഏറ്റവും രസകരമായി നമ്മൾ കടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാജുവേഷൻ ഡേ തന്നെയായിരിക്കും.
കാസയിലെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ +2 സയൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പല കൂട്ടുകാരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കോളേജിൽ ആദ്യത്തെ ദിവസം ഞാൻ വന്നപ്പം തന്നെ നമുക്ക് പല ടെൻഷനായിരുന്നു. നമ്മൾ കോഴ്സ് നമ്മൾ പരിചയമില്ലാത്തൊരു കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തു, ഇത് ശരിയാവുമോ എന്നൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഇപ്പോൾ ഇത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് റാങ്കോടുകൂടി പാസ്സാവാൻ സാധിച്ചതിൻ്റെ മെയിൻ കാരണം ഈ കോളേജിൽ നിന്ന് കിട്ടിയ നമ്മുടെ അനുഭവവും ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളുമാണ്. സോ അതിന് കോളേജിലെ എല്ലാവർക്കും ഈ കോളേജിനോടുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ നമ്മൾ PG പോകുമ്പോഴാണ് അണ്ടർ ഗ്രാജുവേഷൻ്റെ വില എന്തുവാന്ന് മനസ്സിലാവുന്നത്. നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ആയ സമയത്തായിരുന്നു ഭയങ്കര ഫ്രീ ആയിട്ടും സ്ട്രെസ് ഫ്രീയും കോളേജ് അടിപൊളിയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഒരു PG ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് എത്രമാത്രം നമുക്ക് ബേസ് ലെവൽ എത്രമാത്രമാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അത് എനിക്ക് ഈ അണ്ടർ ഗ്രാജുവേഷൻ ഈ IHRD പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ബേസ് ലെവൽ BBA പറ്റിയിട്ട് നല്ലപോലെ മനസ്സിലായതും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സുവർണ നിമിഷം, കാരണം നിങ്ങൾ പഠിച്ച് 3 വർഷം പഠിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ജോലിയുടെ അല്ലെങ്കിൽ ജോലിക്കുള്ള കൂലി അത് നിങ്ങൾ വളരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു നിമിഷം നിങ്ങൾ ഓർമ്മിക്കും. All of our MSc electronics students have graduated with a 100% pass. Among them, area of MSc electronics has secured first rank in MSc electronics, and Stanley James secured 3rd rank in MSc electronics. From our BSc electronics students, Anandu Pradeep has secured 5th rank in BSc electronics. Special congratulations to all of you for your hard work, dedication and excellence. ഇന്ന് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ എല്ലാ അംഗങ്ങളും നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. അതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു. കാര്യം കഴിഞ്ഞ 3 വർഷങ്ങളായി നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളായിട്ട് നിങ്ങൾ ചേർത്ത് നിർത്തി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു നിമിഷം നമ്മളെല്ലാ അധ്യാപകരും മുന്നിൽ കാണുന്നു. ഈ ഒരു ബിരുദം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. I would just like to let you know that graduation is not an ending, but it's actually only a very beautiful beginning. Beyond this wall, there is a very big world waiting for you with so many opportunities and so many knowledge. So I want to wish all the very best for your future endeavors, and once again congratulations to all the graduates. Thank you. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ചവിട്ടുപടിയിൽ കടന്ന് വിജയിച്ച് ഇവിടെ വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഇനിയും വളരെയേറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഇത്രയും വിജയത്തിൽ ഈ ചവിട്ടുപടിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇനിയും മുന്നോട്ട് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ അതിലെല്ലാം വിജയിച്ച് നമ്മുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്ഥാപനത്തിന് അഭിമാനം നൽകുന്ന വ്യക്തികളായി നിങ്ങൾ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കോളേജിൽ നിന്ന് ലഭിച്ച ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഓരോ സൗഹൃദങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല ഒരു ഓർമ്മയായി നിലനിൽക്കട്ടെ. ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാണ്. നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്തും വെല്ലുവിളികളെ അതിജീവിച്ചും ഈ ഘട്ടത്തിലെത്തി. ഇത്രയും കോമ്പറ്റേറ്റീവായ ദിവസമെല്ലാം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലിയ പഠനം. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ ആ സ്വപ്നത്തിനോട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളൊരിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ രജിസ്ട്രാർ സർ അരുൺകുമാർ സാറും പറഞ്ഞിരുന്നു പൈലോ കൊയ്ലിന്റെ ആൽക്കമിസ്റ്റിലെ വാചകങ്ങൾ. നമ്മൾ എന്തിനു വേണ്ടി ഈ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ടാകും.